ഞങ്ങളുടെ KKP സാർ എങ്ങനെയാന്നോ, ശബ്ദം താഴ്ത്തി പാൻറ്റീസ് ഒന്ന് താഴ്ത്തോ മോളെ എന്ന ഒച്ചയില ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോക്ക് എടുത്തോണ്ട് വരുമെന്ന് ചോദിക്കുക. ആണോ? എന്നിട്ട് നിന്നോട് അയാള് ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? പൊടിയാടുന്നു. ഞങ്ങളുടെ PT സാറിന്റെ കാര്യം പറഞ്ഞാല് ചിരിച്ചു മണ്ണ് കപ്പും. കൂട്ടി തൊട്ട് അശുദ്ധാക്കല്ലേ മാധവൻകുട്ടി. എന്താ തൊട്ടാല് എന്താണ്ടാവാ നോക്കാലോ. അതിന്റെ അടിയിൽ ചുവന്ന ചില അടിയൊഴുക്കുകളുണ്ട്. കഴുതെ, നിന്നോടാരാ ഞങ്ങളുടെ ഈ തീണ്ടാരിപ്പുരയിൽ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ വരാൻ പറഞ്ഞേ? ചേച്ചി നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. പൊടാസത്തെ. നീയും സുബൈദയും എന്നെ കുഞ്ഞടുപ്പെന്നല്ലേ വിളിക്കാറുള്ളത്. ഈ കുഞ്ഞടുപ്പിൽ വല്ലാതെ കനലെരിയുന്ന ചില രാത്രികളിൽ ഞാൻ വിചാരിക്കാറുണ്ട്, എന്നെ കീറി പറിക്കാൻ ആരും വരാത്തതെന്ത്. ഞാൻ രാത്രിയിൽ ജനലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഈ പുതപ്പിനുള്ളിൽ ഞാൻ പൂർണ്ണ നഗ്നയും. ഒരു കിടിലൻ കാറ്റുപോലും വരുന്നില്ലല്ലോ. ഇന്നലെ ഒരാന ഓല കാലി ചവിട്ടി പിടിച്ച് കയറുന്ന കണ്ടപ്പോ ശരിക്കും കൊതിയായി. ആ, അത് പോട്ടെ. ഗുരുവായൂർ തൊഴാൻ പോയപ്പോ ഉണ്ടായ തമാശ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മ തൊഴുതിറങ്ങി വരുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അവിടെ നിന്നിരുന്ന ഒരു ആനയുടെ 5-ാം കാലില്ലേ, ആ അത് തന്നെ. അത് വലുതായി വരുന്നു. അത് താണ് നിലം തൊടാറായി. രസം അതല്ല, കണ്ടു നിന്ന ഒരാള് നീ എന്തു നോക്കി നിൽക്കുകയാണെന്ന് അലറി അയാളുടെ ഭാര്യ അവിടുന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചിരിച്ച് തല കുത്തി മറിയാൻ തോന്നി എനിക്ക്. തരക്കാരോടല്ലേ അസൂയ വേണ്ടത്. നമ്മുടെ ഔട്ട് ഹൗസിന്റെ 2-ാം വോള്യം. അല്ലെങ്കിലും മുഖ്യമായതിനോടായിരുന്നില്ലല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ളതിനോടായിരുന്നു അവൾക്ക് എപ്പോഴും ഇഷ്ടം. ഗാന്ധിയെ അല്ല നെഹ്റുവിനെ, സത്യനെയോ നസീറിനെയോ അല്ല മധുവിനെ, EMSനെ അല്ല AKGയെ, യേശുദാസിനെ അല്ല AM രാജയെ, രമണനെ അല്ല മദനനെ, വീടിനെ അല്ല ഒരക്കൂടിനെയാണ് അവൾ കൂടുതൽ സ്നേഹിച്ചത്. തീണ്ടാരിപ്പുരയും ഒരക്കൂടയും പോലെ സ്വകാര്യമായ ചില ഇടങ്ങളില്ലെങ്കിൽ ജീവിതം എത്ര പൊതുവാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ എത്ര പൊതുവാണ്. ഒരു പ്രദർശന വസ്തു, കല്ലോ കടലാസ് കീറോ പോലെ ആർക്കും എടുത്ത് പെരുമാറാവുന്നത്. മരണത്തോടെ നഷ്ടപ്പെടുന്നത് ഒരാളുടെ സ്വകാര്യതയാണ്. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ഇഞ്ചി നെല്ലൊക്കെ ഉണ്ട്. ഇക്കൊല്ലം ഇഞ്ചി കുറച്ച് വാട്ടുണ്ടായി. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ഒപ്പിച്ചു പോകണം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങളിപ്പോൾ വരാം. വലിക്കോ? വടക്കിനിപ്പുര നഷ്ടപ്പെട്ടല്ല എനിക്ക് അധിക സങ്കടം. നമ്മൾ ചുവപ്പന്മാരുടെ ഒരു ഒളിത്തവളായിരുന്നു അത്. എന്നാലും ഗീതേ, നിന്റെ പൂതി തീർന്നില്ലേ? എവിടെ, വെറുതെ അടി. ഒരു തണുപ്പനാ പൊട്ടൻ. ജനലഴികളിൽ കാല് കയറ്റി വെച്ച് വിറപ്പിച്ച് സാരി തള്ളിയിടും ഞാൻ. ആ വഷളൻ എണീറ്റ് പോയി സാരി ഉയർത്തി എന്റെ കാലുകൾ മൂടി ചെന്ന് കിടക്കും. പോട്ടെ സൂത്രക്കുട്ടി, ഇനി എന്നാ നമ്മളെ കാണാന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ പിടിവിട്ട് പോയില്ലേ. ഭർത്താവിൻ്റെ അനിയൻ നിന്നെ കയറി പിടിച്ചതിൻ്റെ സങ്കടം പറയുന്ന കത്ത്.
നാളെ ഞാനാ പറഞ്ഞ കേട്ടോ. അടുത്ത ദിവസം അമ്പലത്തിൽ വെച്ച് അവന്റെ കൂടെ എപ്പോഴും കാണുന്ന ആ കോന്തം പട്ടര് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ തകർന്നുപോയി. അവരെ വരുത്തുന്ന എന്നിലുള്ളതൊക്കെ പറിച്ചെടുത്ത് കളയണമെന്ന് തോന്നി എനിക്ക്. മറ്റൊരാളോട് വീരവാദം പറയാൻ നമ്മുടെ ഞരക്കങ്ങൾ അവരുപയോഗിക്കും. സൂത്രക്കുട്ടി, നിന്നെപ്പോലൊരു നിർവികാരി അച്ഛനായാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നൊരു നരകമായി പോയില്ലേ. എൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ആർത്തികളിലേക്ക് ആളുന്നൊരു നരകം. സുബൈദ. എന്താണ് സബ്ജക്റ്റ്? ഹിസ്റ്ററി. ആലീസിന്റെ അത്ഭുതലോകം വായിച്ചിട്ടുണ്ടോ? ഉവ്. നിന്നോട് ആര് പറഞ്ഞടി വായിക്കാൻ? ആലീസ് കരഞ്ഞുണ്ടാക്കിയ കണ്ണീരിന്റെ കുളത്തിൽ മുങ്ങിപ്പോയ എലി കരയിൽ കയറിയിരുന്ന് ദേഹമുണക്കാൻ നേരം വായിക്കുന്ന സാധനമല്ലടി ഈ ഹിസ്റ്ററി. അത്ര ഡ്രൈ അല്ലേ ഈ ചരിത്രം? എന്തണ്ടി ചിരിക്കാൻ? എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അതുള്ളിൽ കൊണ്ട് നടന്ന എനിക്ക് ഉറക്കം വരില്ല. ഞാനൊരു ഘോര മുസ്ലിം വനിതയായതിൻ്റെ കഥയാണത്. ആനകളും ബസ് സർവീസും ഒക്കെയുള്ള ഒരു വലിയ തറവാടാ നമ്മുടേത്. ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു, ബഹുവികൃതി. ഞാൻ കൊടുക്കാം. കൊടുക്ക്. ദാ തിന്ന്. അന്ന് 9ാം ക്ലാസ്സിലായിരുന്നു ഞാൻ. നല്ല തണുപ്പുള്ള ഒരു ദിവസം രാവിലെ മുറ്റത്തിരുന്ന് വെയിൽ കഴുകുകയായിരുന്നു ഞാനും ആനക്കുട്ടി. പെട്ടെന്ന് ആ ജന്തു എന്റെ ഉടുമുണ്ടും പറിച്ച് ഓടാൻ തുടങ്ങി. എന്നിട്ട് കാച്ചിയും കട്ടിമുണ്ടും അല്ലാതെ അടിവസ്ത്രം ധരിക്കുന്ന പതിവില്ലായിരുന്നു എനിക്ക് അന്ന്. ഇപ്പോഴും അതില്ലേ? ഇല്ലേ? അലോസർ എന്ന ഞാൻ അതിനിട്ട പേര്. കഴിഞ്ഞു. ബ്ലൗസ് മാത്രമായി താഴോട്ടൊന്നുമില്ലാതെ മുറ്റത്ത് നിൽക്കുക ഞാൻ. എനിക്ക് സഹിച്ചില്ല. മുറ്റത്ത് ഉണങ്ങാൻ വെച്ചിരുന്ന ചിരവയെടുത്ത് ആനക്കുട്ടിയുടെ മസ്തകത്തിൽ ഞാൻ ആഞ്ഞൊരടി കൊടുത്തു. ഒന്നമറി അത് നിലത്തേക്ക് മറിഞ്ഞു. അപ്പോ വല്ലോ ഡോക്ടർ എത്തുമ്പോഴേക്കും ആനക്കുട്ടി ചത്തു. എന്റെ ജീവിതത്തിലെ മനസമാധാനം അതോടെ ഇല്ലാതായി. ആളുകളൊക്കെ എന്നെ നോക്കി പിറുപിറുക്കാൻ തുടങ്ങി. ഒറ്റയടിക്ക് ആനയെ കൊന്നവളാ. വഴി നടക്കാൻ വയ്യാതായി. സുബേദ അല്ലടാ, ആന സുബേദ. ഒറ്റയടിക്ക് ആനയെ കൊന്നോളാട്ടോ. എന്നാലും ആ ആനക്കുട്ടിയുടെ ഒരു ഭാഗ്യം. അത് കാണാൻ എന്തൊരു രസമായിരിക്കും. അവിടുന്ന് ഒളിച്ചോടിയുള്ള ഓട്ടം ഇവിടെ വരെ എത്തി. ഘോര മുസ്ലിം വനിത വന്നൂല്ലേ? ഗീത നിന്നെ കാത്ത് കുറേ നേരം എൻ്റെ അടുത്തിരുന്നു. നീ വരുന്നില്ലെങ്കിലോ എന്ന് അവൾ വിചാരിച്ചു കാണും. സുബൈദ, നീ വന്നില്ലെങ്കിൽ എൻ്റെ മരണം പൂർത്തിയാകുമായിരുന്നു. കറപ്പി, ആഫ്രിക്കയിൽ നിന്ന് ഈ ചുരുൾമുടി എങ്ങനെ വൻകരകൾ കടന്ന് നിന്റെ തലയിൽ വന്നു? നിങ്ങൾ ആ പാവം കോരമ്പയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതെന്തിനാ? നമ്മുടെ പൂളെ മൈസൂർ കൊല്ലം ഇഞ്ചിയൊക്കെ അവൻ എത്ര മോഷ്ടിച്ചെന്നറിയോ? ഞാൻ കറുപ്പിയോട് പറഞ്ഞ് ശരിയാക്കില്ലേ?
ആ പാവത്തിന് പോലീസുകാരിപ്പോൾ അടിച്ച് പദം വരുത്തി കാണും. ഉരുട്ടലൊക്കെ പോലെ കേട്ടാ പേടിയാവണ കഥകളാ പോലീസുകാരെ പറ്റി ഇപ്പം കേൾക്കണത്. നിങ്ങൾ പോയി ഒന്ന് അവനെ വെടിയിച്ചു കൊണ്ടുവാ. കറപ്പി, നീങ്ങളെ കൊരമ്പയെ ഞാൻ അറിഞ്ഞ് പദം വരുത്തുവേ. ആ പൊതുവാള് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോളൂ. മൂപ്പര് വരാൻ ഉച്ച തിരിയും. നിങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ നാട്ടിലേക്ക് മടങ്ങൂ. പിന്നീട് വന്ന് പണം വാങ്ങിച്ചോളൂ. പൈസ ഇപ്പം ആരാ ചോദിച്ചത്? ആ കണക്കെല്ലാം ഞാൻ മൂപ്പരുമായിട്ട് ആയിക്കോളാം. ഇന്നൊന്നെല്ലാം തുടങ്ങിയാണ് വാസുമായിട്ടുള്ള ബന്ധം. ആക്കെ പോട്ടെ. നിങ്ങളെ മുഖത്ത് എന്താണ് സുഖമില്ലാത്ത മാതിരി? പനി പിടിച്ചോ? വല്ലാണ്ടുണ്ടല്ലോ. വയ്യ, വല്ലാത്ത തലവേദന. ഞാനകത്ത് കിടക്കുകയായിരുന്നു. നല്ല വേദനയുണ്ടാ? നിൽക്കാനും ഇരിക്കാനും വയ്യ. തല വെട്ടിപ്പൊളിക്കണ പോലെ. ഞാൻ ഒരു മരുന്ന് തരട്ടെ? എൻ്റെ ഓക്ക് തലവേദന ഒരു കൂടപ്പറപ്പ് പോലെയാണപ്പാ. ഓക്ക് ഞാൻ കൊടുക്കണ ഒരു നാടൻ മരുന്നുണ്ട്. നമുക്കത് നോക്കിയാലോ? ചീരോമുളകിൻ്റെ ചെടിയുണ്ട് ഇവിടെ. ഹാ, ദേ നിൽക്കണ സാധനം. ഏടെയാന്ന് അമ്മി? അതേയിരിക്കണം. വേണ്ട വേണ്ട പൊതുവാളെ, പൊതുവാളെ പൊയ്ക്കോളൂ. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങണ്ടല്ലേ. ഞാൻ അരച്ച് നെറ്റിയിലിട്ടോളാം. എന്നാ ഇതൊന്ന് നെറ്റിയുമ്പോൾ പുരട്ടിയാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തലവേദന പമ്പ കിടക്കും. ഇങ്ങോട്ട് കിടന്നോ, ഞാൻ പുരട്ടിത്തരാം. മടിക്കണ്ടെന്ന്. തട്ടാനും വൈദ്യനും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഒന്നും ഇല്ലാന്നല്ലേ പറയല്. കിടന്നോ. ആ മരുന്ന് പുരട്ടിയിട്ടില്ല. 2 ദിവസം മുമ്പ് കൂടി ഇവിടെ വന്നപ്പോൾ സുമിത്രയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചതാ. എന്തൊരു സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു 11 മണിക്ക് ഇതിലേ പോകുമ്പോൾ സുമിത്ര മുരിങ്ങേരം നുള്ളുന്നത് കണ്ടതാ. ചിലരെ വേഗം വിളിക്കും, ചിലരെ എത്രയായാലും വിളിക്കില്ല. ചുടുന്നു തന്നെയാണ് നല്ലത്. രാവിലെ മുതൽ ഓടി നടന്ന ഒരാൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ വീട്ടുകാർക്ക് ചോറിറങ്ങുമോ? അത് നേരാണ്. കൺമുമ്പിൽ കത്തിത്തീർന്ന് വെണ്ണീറാവുന്നത് കാണാമല്ലോ ഇതാവുമ്പോൾ. വാസുദേവൻ ഓഫീസിലോട്ട് വരുത്തി കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി പോകുമ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നു. ദാ ഇവിടെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശരിപ്പെടുത്തിക്കൊള്ളാം. അത് വേണ്ടായിരുന്നു. ഞാൻ നാളെ കൃഷി ഓഫീസിലേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ വേണ്ടപ്പെട്ടവർക്ക് എന്തു ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചായ ചായയൊന്നും വേണ്ടായിരുന്നു. അനസൂയമൊക്കെ സുഖം തന്നെയല്ലോ? നിനക്ക് വേണ്ടി തന്നെ അല്ലേ, അല്ലാതെ നാട്ടുകാരെ സഹായിക്കാനൊന്നും അല്ലല്ലോ. ഏയ് അല്ല, പോട്ടെ.
വലിയ സഹായമായി ചേച്ചി. മാധവി ചെല്ല്, പോയി കാര്യം നടത്ത്. ഉം. നീ എന്തിനാ മണ്ണാത്തി മാധവിയോട് സംസാരിക്കുന്ന? അവളുടെ പോക്കത്ര ശരിയല്ല എന്ന് എല്ലാവരും പറയണേ. ഈ ദുർനടത്തക്കാരിയോട് ഇത്രയും അടുപ്പത്തോടെ ആരും സംസാരിച്ചിട്ടില്ല. ആണുങ്ങൾക്കെല്ലാം എൻ്റെ ശരീരം മതി. ആവശ്യം കഴിഞ്ഞ് ദുഷിക്കുകയും ചെയ്യും. എന്താണ് നിന്റെ രഹസ്യം? എന്തിനാണ് ചെറിയ കൗണ്ടനെ പോലുള്ളവർ വരെ നിന്റെ അടുത്തേക്ക് വരുന്നത്? അയാളുടെ ഭാര്യയോളം സുന്ദരി ഈ വയനാട്ടിലുണ്ടോ? എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് മറ്റാണുങ്ങൾ വരുന്നോണ്ടാണെന്നാ. മറ്റാളുകൾക്കൊപ്പം പായ പങ്കിടുന്നത് എൻ്റെ രുചി കൂട്ടാവും. ആദ്യമൊക്കെ എന്നോട് വലിയ ദേഷ്യമായിരുന്നു. പിന്നീട് എൻ്റെ മാധവന് പോലും ആളോൾ എന്നെ തൊടാൻ തുടങ്ങിയപ്പോഴാണ്, കിടക്കപ്പായെന്ന് അന്യരുടെ മണങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ വിടാൻ വയ്യാതായത്. പാവം, ഇഷ്ടമുണ്ടായിട്ടല്ല ചത്തത്. ക്ഷേത്ര മൈതാനിയിൽ ഈ മാസം 25 മുതൽ ആരംഭിക്കുന്നു. കാണികളെ അത്ഭുത സ്തബ്ധരാക്കുന്ന മരണക്കിണർ, സൈക്കിൾ ഓടിക്കുന്ന കുരങ്ങന്മാർ, കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ട്രപ്പീസ് അഭ്യാസങ്ങൾ, ആന, പുലി, സിംഹം, ഒട്ടകം തുടങ്ങി ഒട്ടേറെ മൃഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ ഭാരത് സർക്കസ് പുൽപ്പള്ളി ക്ഷേത്ര മൈതാനിയിൽ ഈ മാസം 25 മുതൽ ആരംഭിക്കുന്നു. അമ്മ മരിച്ചതോടെ എൻ്റെ ജീവിത രീതികൾ പാടെ മാറി. എനിക്ക് പറ്റാവുന്ന അപകടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം അവയിൽ വിഷമിച്ചിരുന്ന ആ ഒരാളുടെ മരണത്തോടെ എനിക്ക് നിസ്സാരമായി തോന്നാൻ തുടങ്ങി. ജീവിതം അനായാസമായി. ഒരിടത്തുറച്ചിരിക്കാതെ നിരന്തരമായ യാത്രയായി എൻ്റെ ജീവിതം മാറുന്നത് അങ്ങനെയാണ്. യാത്രകൾക്കിടയിലുള്ള ചെറിയ ഇടവേളകളിലാണ് ഞാൻ നാട്ടിലുണ്ടാവാറുള്ളത്. അപ്പോഴും നാട്ടിലെ ഓരോ വീടുകളിലായി ഞാൻ കയറിയിറങ്ങും. എന്നെ ആശ്രയിക്കാനോ എനിക്ക് ആശ്രയിക്കാനോ ആരുമില്ലാതിരുന്ന ഈ വീടിൻ്റെ വാതിലുകൾ പലപ്പോഴും ഞാൻ തുറക്കാറില്ല. എനിക്ക് വൃഷണങ്ങളില്ല എന്നൊരു വാർത്ത നാട്ടിൽ പരന്നിട്ടുള്ളതായി എനിക്കും അറിയാം. അതിൽ പരിഭവിക്കാനോ അത് തിരുത്താനോ ഞാൻ മെനക്കെട്ടില്ല. ഒരു തരത്തിൽ എനിക്കത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് നൽകിയത്. ലൈംഗിക വിചാരം മനസ്സിലില്ലാത്ത എന്നോട് ഇടപഴകുമ്പോൾ സ്ത്രീകൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു. ഭർത്താവിനോട് പറയാൻ നാണിക്കുന്ന കാര്യങ്ങൾ പോലും അവർ ഞാനുമായി പങ്കുവച്ചിരുന്നു. രാത്രിയിൽ സിനിമയ്ക്കും നാടകത്തിനും സർക്കസിനും കൂട്ടുപോവാൻ അവർ എന്നെ കാത്തിരുന്നു. ഈ നെല്ലിൻ്റെ ചോറിന് തിന്നാൻ പറ്റുമോ? ആ, നീ വന്നോ? നീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സർക്കസിന് പോകായിരുന്നു എന്ന് ഞാൻ ഇപ്പം പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോയേക്കാം. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി ബോധ്ഗയിൽ നിന്ന് മേടിച്ചതാ. സ്കൂളിൽ
കാട്ടിൽ ഒറ്റപ്പെട്ട് കുടുങ്ങിപ്പോയതിൽ പേടിക്കാൻ പോലും അവൾക്കറിയില്ല. ഭയം പോലും വേണ്ടത്ര ഇല്ലാത്ത ഈ കുട്ടി എങ്ങനെ ജീവിക്കും? ഭക്ഷണത്തിലോ ആഭരണത്തിലോ രൂപത്തിലോ ഭാവിയിലോ ഒന്നിലും ഒരു താല്പര്യമില്ല. അച്ഛൻ്റെ ഭീരുത്വവും ഒന്നിലും താല്പര്യമില്ലാത്ത സ്വഭാവവും അതേപോലെ എൻ്റെ മോൾക്കും കിട്ടിയിട്ടുണ്ട്. ഒക്കെ വലുതാകുമ്പോൾ ശരിയാവും, വിഷമിക്കണ്ട. ഇന്ന് രാത്രിയിൽ ആരൊക്കെയാ സന്ദർശകർ? 9 മണിക്ക് പഞ്ചായത്ത് ഓഫീസർ മണി, 10 മണിക്ക് പോസ്റ്റ് മാഷ്, പിന്നെ മനോജും. 11 മണിക്ക് ഞാൻ വരും.